നമുക്ക് മലയാളികൾക്കെല്ലാം ഏറെ സുപരിചിതനായ ഋഷിരാജ് സിംഗ് സാർ ഇറാൻ സന്ദർശിച്ചപ്പോൾ തനിക്കുണ്ടായ അനുഭവം ഇന്നത്തെ ദീപികയിൽ വിവരിച്ചിട്ടുണ്ട്. അത് വായിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ സെക്യൂരിറ്റി വിഭാഗത്തിലായിരിക്കുമ്പോൾ എനിക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന VVIPയോടൊപ്പം ഇറാനിൽ പോകാനുള്ള സാഹചര്യമുണ്ടായി. അവിടുത്തെ സംവിധാനങ്ങളെപ്പറ്റി ഞെട്ടലോടെ മാത്രമേ ഇന്നും ഓർക്കാനാവൂ. ലോകത്തെവിടെയും അത് രാജാവോ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ സൈനിക മേധാവിയോ ആയിക്കൊള്ളട്ടെ, ഭരണത്തെ നിയന്ത്രിക്കുന്നതും നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്നതും അവർ തന്നെയായിരിക്കും, ഭരണാധികാരികളായിരിക്കും. സേനാ വിഭാഗങ്ങളും ഇന്റലിജൻസും ഉൾപ്പെടുന്ന മറ്റു സുരക്ഷാ സംവിധാന തലവന്മാരെല്ലാം ഭരണാധികാരികളുമായിട്ടാണ് രഹസ്യങ്ങളും മറ്റും പങ്കുവെക്കുന്നത് എല്ലാ ലോകരാഷ്ട്രങ്ങളിലും. എന്നാൽ ഇറാനിലെ സ്ഥിതി ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു. 1979 ഇറാനിലുണ്ടായ വിപ്ലവത്തെ തുടർന്ന് ഒരേ സമയം 2 സംവിധാനങ്ങളാണ് ഇറാനെ ഭരിക്കുന്നത് എന്ന് കാണാം. കടുത്ത ഏകാധിപതിയായിരുന്ന മുഹമ്മദ് റസ ഷാ പഹലവി ജനകീയ വിപ്ലവം കാരണം നാടുവിട്ടപ്പോൾ മതാധികാരിയായ അയത്തുള്ള റൂഹുള്ള ഖൊമൈനി ഭരണമേറ്റെടുത്ത് ഇറാനെ ഇസ്ലാമിക റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രിയും മറ്റും ഉണ്ടെങ്കിലും ഇറാനിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രിയും മറ്റും ഉണ്ടെങ്കിലും സാമ്പത്തികം, നിയമം, സൈന്യം, വിദേശ നയം തുടങ്ങിയ ഏത് കാര്യത്തിൻ്റെയും അവസാന വാക്ക് മത അധികാരമുള്ള സുപ്രീം ലീഡറുടേതായിരിക്കും. തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണമെന്ന് വരെ ഈ സുപ്രീം ലീഡറാണ് തീരുമാനിക്കുക. ആ സ്ഥാനമാണ് 1979 മുതൽ ഖൊമൈനിയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും വഹിച്ചിരുന്നത്. ഇറാന്റെ ധർമ്മഗുരുവായി അവർ മാറിയെന്ന് സാരം. അവിടുത്തെ സൈനിക വിഭാഗങ്ങളുടെ കാര്യവും അതുപോലെ തന്നെയാണ്. രാജ്യാതിർത്തികൾ സംരക്ഷിക്കുന്നതിന് ഔദ്യോഗിക സൈന്യമുണ്ട്. എന്നാൽ അതിനുപരിയായി ഇറാന്റെ തത്വങ്ങൾ, മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന സ്വന്തമായ നാവിക വ്യോമസേനയും സാമ്പത്തിക സ്രോതസ്സും എല്ലാറ്റിലെയും അവസാന വാക്കുമായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് IGRC ഉണ്ട്. എല്ലാ സംവിധാനങ്ങളുടെയും മേലെ IGRC എന്ന് പറയുന്ന മതനിയന്ത്രിത സംവിധാനമുണ്ട് എന്ന്. പല ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ ഈ IRGCയെ ഭീകര സംഘടനയായിട്ടാണ് കരുതുന്നത്. ഖൊമൈനിക്കെതിരെയുള്ള ഏത് പ്രവൃത്തികളും വാക്കുകളും 45 വർഷമായി IRGC അടിച്ചമർത്തി വരികയാണ്. രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, റോഡുകൾ തുടങ്ങി വൈദേശിക ആഭ്യന്തര രംഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടവയുടെ മേൽനോട്ടവും നിയന്ത്രണവും IRGCക്ക് മാത്രം. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുമെല്ലാം വെറും പാവകളാണെന്ന് ചുരുക്കം. ഈ വ്യവസ്ഥകൾ മനസ്സിലാക്കാതെ അവിടെ എത്തിയ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെടുകയുണ്ടായി. ഈ വ്യവസ്ഥകളൊന്നും മനസ്സിലാക്കാതെയാണ് ഇറാന്റെ ഭരണ സംവിധാനം എപ്രകാരമാണ്, 2 തരം ഭരണ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാതെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഋഷിരാജ് സിംഗ് സാർ അവിടെ സന്ദർശിച്ചത് എന്ന് അദ്ദേഹം എഴുതി വെക്കുകയാണ്. ഈ വ്യവസ്ഥകൾ മനസ്സിലാക്കാതെ അവിടെ എത്തിപ്പെട്ട് ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെടുകയുണ്ടായി. ഇന്ത്യയിൽ നിന്നുള്ള VVIP എത്തുന്നതിന് 4 ദിവസം മുമ്പാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഞങ്ങളെ കാണുന്നതിനായി അവിടുത്തെ പ്രധാനമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന പ്രോട്ടോകോൾ ഓഫീസ് തലവൻ എത്തിച്ചേരുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഇന്ത്യൻ VVIPയെ സ്വീകരിക്കുന്നതിന് സൗകര്യങ്ങൾ പരിശോധിക്കാൻ അവിടുത്തെ ഏറ്റവും സമുന്നതരായ ഉദ്യോഗസ്ഥരോടൊപ്പം ഞങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇന്നും മറന്നിട്ടില്ല. വിമാനത്താവളത്തിലെ കവാടത്തിൽ നിൽക്കുന്നവർ ഞങ്ങളുടെ വാഹനം കടത്തിവിട്ടില്ല എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് സ്ഥലം വിടാനും ആവശ്യപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തിലെ തന്നെ ഏറ്റവും സമുന്നതരായ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടിയാണ് ഇന്ത്യൻ VVIPയുടെ സന്ദർശനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഋഷിരാജ് സിംഗ് സാർ ചെന്നത്. പക്ഷെ അവരോട് വിമാനത്താവളത്തിൻ്റെ സെക്യൂരിറ്റി സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടുവെന്ന്. എത്ര വിചിത്രമായ സംവിധാനമാണ് ഇറാനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇറാനിലെ ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തോടും സ്ഥലം വിടാനാണ് നിർദ്ദേശിച്ചത്. വിമാനത്താവളത്തിലെ IRGC ഇൻചാർജിൻ്റെ അനുമതിയില്ലാതെ ഒരാളെയും കടത്തിവിടുന്നില്ല എന്നവർ നിർബന്ധം പറഞ്ഞു. ഞങ്ങൾക്ക് മാത്രമല്ല, ഇറാനിയൻ ഗവൺമെൻറ്റിൻ്റെ
ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ ആർക്കും അകത്തു കയറാൻ കഴിഞ്ഞില്ല എന്നത് വിചിത്രവും അത്ഭുതവുമായി ഞങ്ങൾക്ക് തോന്നി. VVIP എത്തുന്നതിന് മുൻപ് നിർബന്ധമായും എയർപോർട്ടിലെ സൗകര്യങ്ങൾ പരിശോധിച്ചേ പറ്റൂവെന്ന് അവിടുത്തെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ അവർ പലരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇറാൻ ആഭ്യന്തര വകുപ്പിലെ ആരും ഫോണെടുക്കാൻ തയ്യാറായില്ല. എല്ലാവരും എന്തൊക്കെയോ ഭയപ്പെടുന്നതായാണ് എനിക്ക് തോന്നിയത്. ഇറാൻ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും മറ്റാരെയോ ഭയപ്പെടുന്നത് പോലെ തോന്നിയെന്ന്. അങ്ങനെ VVIP യാത്ര പോലും മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ വിമാനത്താവളത്തിന് ചുമതലയുള്ള ആളോട് ഒന്ന് സംസാരിക്കാനുള്ള അനുമതിയെങ്കിലും വാങ്ങിത്തരണമെന്ന് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിലുള്ളവർ IRGCയുടെ എയർപോർട്ടിന് ചുമതലയുള്ള ആളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചെയ്തു തന്നു. താങ്കൾ മാത്രം വന്നാൽ മതിയെന്നും ഇറാനിയൻ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും ഉണ്ടാകരുതെന്നും അവർ നിഷ്കർഷിച്ചു. വൈകുന്നേരത്തെ മീറ്റിങ്ങിന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. IRGCയുടെ എയർപോർട്ട് മേധാവി വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് അന്വേഷിച്ചു. ഇന്ത്യയിൽ നിന്നൊരു VVIP ഇവിടെ എത്തുന്ന കാര്യം ഇതിനകം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. വിമാനം എവിടെ ഇറങ്ങും, ആര് സ്വീകരിക്കും, വരുന്നയാളെ എങ്ങനെ പുറത്തു കൊണ്ടുവരണം, കാർഗോ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം വിമാനത്താവളത്തിലെ സൗകര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയാകെ 48 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഇക്കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി. എന്ത് കാര്യവും ചെയ്തു തരാൻ തയ്യാറായ അവർ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് എന്ന പോലെയാണ് എന്നോട് സംസാരിച്ചതും പെരുമാറിയതും. തുടർന്ന് നമ്മുടെ നാട്ടിൽ ഹോട്ടലുകളിലും ആസ്പത്രികളിലുമൊക്കെ കൊടുക്കുന്ന വളരെ വില കുറഞ്ഞതും പല നിറത്തിലുള്ളതുമായ ചില പ്ലാസ്റ്റിക് ടോക്കണുകൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ ടോക്കൺ മാത്രം കാണിച്ചാൽ മതി. ഇന്ത്യയിൽ നിന്ന് വന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ഞങ്ങളെ കാണാം. പക്ഷേ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരെയോ പ്രോട്ടോകോൾ ഓഫീസർമാരെയോ കൊണ്ടുവരരുത്. രാവിലെയാണ് വരുന്നതെങ്കിൽ ഇന്ന നിറം, ഉച്ചയ്ക്ക് മറ്റൊരു നിറം, വൈകുന്നേരമാണെങ്കിൽ വേറൊരു നിറം. ഇതിനാണ് പല നിറത്തിലുള്ള പ്ലാസ്റ്റിക് ടോക്കണുകൾ തരുന്നത് എന്നും അവരുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടരുതെന്നുമൊക്കെ പറഞ്ഞത് അവിശ്വസനീയതയോടെ കേട്ടു നിൽക്കാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. അന്ന് രാത്രി ഞങ്ങൾ എയർപോർട്ടിലെത്തി. ടോക്കൺ കാണിച്ചപ്പോൾ അവർ നൽകിയ സല്യൂട്ട് ഇന്നും മറന്നിട്ടില്ല. അത്ര ഗംഭീരമായിരുന്നു. പിന്നെ സാധാരണ എയർപോർട്ടുകളിൽ ഉണ്ടാകുന്ന ഒരു പരിശോധനയും നടന്നില്ല. തുടർന്ന് പ്ലീസ് ഗോ ഇൻസൈഡ് എന്ന് പറഞ്ഞ് വളരെ ബഹുമാനത്തോടെ ഞങ്ങളെ അകത്തേക്ക് കടത്തിവിട്ടു. മീറ്റിങ്ങുകളും ഇന്ത്യൻ VVIPയുടെ വരവും മടക്കയാത്രയും തുടങ്ങി 3-4 ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നത് പല നിറത്തിലുള്ള ടോക്കണുകളുടെ ബലത്തിലാണെന്നോർക്കണം. അമ്പരിപ്പിക്കുന്നതും അസാധാരണവുമായ ആ വ്യവസ്ഥ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അന്ന് മുതലേ സംശയിച്ച ഒരാളാണു ഞാൻ. ഇക്കാര്യം ഞാൻ അവിടുത്തെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ IRGCയെ കുറിച്ച് സംസാരിക്കാൻ പോലും അവർ ഭയപ്പെടുന്നത് കണ്ടു. ഞങ്ങൾ ഇവിടെ പ്രധാനമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്നുവെന്നേ ഉള്ളൂ. ഇവിടെ ആര് വരണം പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് IRGCയാണ്. ഇറാനിലെ CBIയും FBI-യും എന്തിന് ISIയും ഒക്കെ അവർ തന്നെയാണ് എന്നായിരുന്നു അവരുടെ സംഭ്രമത്തോടെയുള്ള മറുപടി. ഈ സാഹചര്യങ്ങളുള്ള ഇറാനിലെ ജനങ്ങൾക്ക്, ഇത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഇറാനിലെ ജനങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ കെടുതിയിൽ അമരുമ്പോഴും, യുദ്ധം വേദനാജനകമാണെങ്കിലും ഇറാനിലെ പലരുടെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ, സർവനാശം വിതയ്ക്കുന്ന യുദ്ധം നടക്കുമ്പോഴും ഇറാനിലെ തന്നെയുള്ള പലരുടെയും, ഇറാനികളായ പലരുടെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ കാണുമ്പോൾ ഈ യുദ്ധം അവർ വളരെ മുമ്പേ ആഗ്രഹിച്ചിരുന്നോ എന്ന് തോന്നിപ്പോകുന്നു. എപ്രകാരമാണ് ഒരു മതവും മതനേതൃത്വവും തങ്ങളുടെ തന്നെ ജനത്തെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയുടെ വിവരണമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്.